എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഈ വരുന്ന വിഷുഫലം, അതായത് 2025 മുതൽ 2026 വരെയുള്ള പുതുവത്സര ഫലം, അതായത് വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുതുവത്സരം അല്ലെങ്കിൽ പുതുവർഷം 2025 ഏപ്രിൽ മുതൽ അടുത്ത 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്കത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ace of Pentacles, Devil Energy, Hanged Man, Knight of Wands, Two of Cups, നൈറ്റ് ഓഫ് കപ്സ് എനർജി. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള പ്രത്യേക സന്ദേശം, ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം കൂടി നോക്കുക. ഈ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, അച്ചീവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പുതിയ തുടക്കം സംഭവിക്കുന്ന സമയമായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും അച്ചീവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നു. ഒന്ന് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണലി മാരേജ് കാര്യങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രണയ സാക്ഷാത്കാരവും അതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഏതൊരു കാര്യത്തെയും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പല പുതിയ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും, പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അത് എനിക്കറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞ് വിട്ടുകളയാതെ അതെന്താണെന്ന് മനസ്സിലാക്കി അത് കൂടുതലായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയാതെ യു ആർ ട്രൈയിങ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിങ്ങൾക്ക് തന്നെ അനുവാദം കൊടുക്കുന്നു എന്നുള്ള ഒരു, അതായത് എന്നെ കൊണ്ടൊന്നും നടക്കില്ല, പറ്റില്ല, നമുക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ നമ്മളൊന്നും ആ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല, സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് പറ്റിയതല്ല, ഫാമിലിയിൽ ബിസിനസ് ചെയ്ത് ആർക്കും പരിചയമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. നമ്മുടെ ഫാമിലിയിൽ ബിസിനസ് ആരും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഈ ഫീൽഡിൽ ആരും ഇല്ല, അതുകൊണ്ട് നമുക്കിത് എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നീ അതിലേക്ക് പോകരുത് എന്ന് പറയുന്നതായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾ ആ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഫാമിലിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കർമ്മ ബ്രേക്കർ എന്ന് പറയുന്നത്, കർമ്മം ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കർമ്മ ബ്രേക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. അപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ തന്നെ ഡെവിൾ ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് പറയാനുള്ള, നിങ്ങൾ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്, റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. റിസ്ക് എടുത്താൽ വിജയസാധ്യത ഏറി നിൽക്കുന്ന സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയാം. പക്ഷേ റിസ്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനാണോ നിങ്ങൾ റിസ്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പം അറിവുള്ളൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഒരു കൂട്ടുകച്ചവടത്തിനാണെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൂടെയാണെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു മേഖലയിൽ പരിചയമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി. ഇപ്പോൾ ഒരുപക്ഷെ ഷെയർ ട്രേഡിംഗ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സുഹൃത്ത് ഒരുപക്ഷെ വർഷങ്ങൾ ഷെയർ ട്രേഡിംഗ് ഫീൽഡിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും ഒരു കമ്പനിയിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾക്കറിയില്ലെങ്കിൽ കൂടിയും അറിവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളതാണ്.
അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ളത് അല്ലാതെ മറ്റു കാര്യങ്ങളിലാണെങ്കിലും കേട്ടറിവുകൾ അല്ലെങ്കിൽ ചില ആളുകൾ ഉപദേശങ്ങൾ കൊടുക്കും. അവർക്ക് ഒരു ധാരണമില്ലാത്ത കാര്യമാണെങ്കിലും അവർ ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒഴിവാകുക. കാരണം മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങൾ പെട്ടെന്ന് അതായത് മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ എളുപ്പമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇവിടുത്തെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു എനർജി ഡെവിൾ ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് എനർജിയാണ്. അത് സൂചിപ്പിക്കുന്നത് മറ്റൊരാൾക്ക്, അതായത് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ പെട്ടെന്ന് അടിമപ്പെട്ടു പോകും. അതേസമയം പോസിറ്റീവായിട്ടുള്ള ആളുകൾ അവരിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്ന കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മധുരവാക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിനെല്ലാം ഓക്കെ പറയുന്ന ആളായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് മാത്രം അയാൾ പറയുന്നത് അംഗീകരിച്ച് കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെ അംഗീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിലെ കാര്യമാണെങ്കിൽ ജീവിതത്തിൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണത്. അതേപോലെ തന്നെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കാം. നിങ്ങളുടെ ഹെൽത്ത് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിൽ ഹെൽത്ത് കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ, ഇനി 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും 40 വയസ്സിന് മുകളിലുള്ളവർ ശ്രദ്ധിച്ച് തുടങ്ങുക. നിങ്ങൾ എക്സസൈസ് കാര്യങ്ങൾ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം, ഒരു റെജീമിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, മാറ്റം വരുത്തുക. അപ്പോൾ വലിയ രീതിയിലുള്ള ഡയറ്റോ കാര്യങ്ങളോ ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും എല്ലാത്തിനും ഒരു പരിധി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എക്സസൈസ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ബാലൻസ് ചെയ്യുന്നത്, അതിന് തുടക്കം കുറിക്കാൻ പറ്റിയൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വരുന്ന വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കാനായിട്ട് പറ്റും. അനാവശ്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം. ഓക്കെ. അതേപോലെ ഹാങ്ഡ് മാൻ ആൻഡ് 2 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ വിവാഹം ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ ഒത്തിരി കാലങ്ങളായിട്ട് നിങ്ങൾ ശ്രമിച്ചു, വിവാഹം നടക്കുന്നില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ വിവാഹ സാധ്യതയുള്ള സമയം ഈ ഒരു സ്റ്റക്ക് എനർജി എന്നുള്ള മാറ്റമാണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എന്ന് പറഞ്ഞു. ഇപ്പോൾ വിവാഹ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ വിവാഹം അത് നിശ്ചയം വരെ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് മുടങ്ങിപ്പോയിട്ട്, അല്ലെങ്കിൽ വിവാഹം വരെ എത്തി മുടങ്ങിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു വിവാഹം മുടങ്ങിപ്പോയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം വളരെ നല്ലൊരു സമയമാണ്. ഈ ഒരു വർഷം ഇപ്പോൾ നമ്മൾ പുതുവത്സരം തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവാഹം അതിൽ മുന്നോട്ടേക്ക് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പതുക്കെ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന പൈസ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്ട് കിടക്കുന്നുണ്ട്, ബ്ലോക്കായി കിടക്കുന്ന പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്താനുള്ള സാഹചര്യം ഈ വരുന്നൊരു വർഷത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡെവിൾ ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇമോഷണൽ മാനിപ്പുലേഷൻ, അതായത് നമ്മൾ ചില ആളുകൾ പറയും ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം പൊതുവേ ഒരാൾ നമ്മളോടൊരു സഹായം ചോദിക്കുമ്പോൾ നമുക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അംഗീകരിച്ച് ശീലമില്ലാത്ത ആളുകളായിരിക്കും. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്ന ആളുകൾ, എൻറ്റൈറ്റൽ കാരൻസ് ആയിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കൂടുതൽ ആളുകളും ആ ഒരു രീതിയിലാണ്, ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. അതായത് മറ്റുള്ളവരിങ്ങനെ ഞാനത് ചെയ്തു ഇത് ചെയ്തു, അവരോടുള്ള കടമ അവർക്ക് നന്ദി പ്രകടിപ്പിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം അവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാതിരിക്കുക. അതിന് ആരായാലും, കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. സ്നേഹം, പ്രണയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം പല കാര്യങ്ങളും നിങ്ങൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർക്ക് കണ്ടീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ നിങ്ങളോടൊപ്പം നിൽക്കൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരാരാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാം സന്ദേശം എന്ന് പറയാം. ഗണപതി ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അച്ചീവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും അബണ്ടൻസ്, പ്രോസ്പെരിറ്റി, സക്സസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുക. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു പോസിറ്റീവ് ലൈഫിൽ പോസിറ്റിവിറ്റി
നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, അതായത് ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ കാര്യകാരണങ്ങൾ സഹിതം നിങ്ങളുടെ ജീവിതത്തിൽ പലതും തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മെറ്റീരിയൽ സക്സസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. അതായത് നിങ്ങൾക്ക് ക്വാളിറ്റി ലൈഫാണ് കാണിക്കുന്നത്, അല്ലാതെ ഒത്തിരി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളതല്ല. ഉള്ള ആളുകൾ, വിശ്വസിക്കാൻ പറ്റുന്ന വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പി, ലവിങ്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്ന ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.